വെൽക്കം ബാക്ക് അവർ ചാനൽ. പ്രിയപ്പെട്ട കുട്ടികളെ, 10ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ കുട്ടികളെ, ആദ്യം തന്നെ ഇതൊന്നും ഞാൻ വായിക്കുന്നുണ്ട്. ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വായിക്കാനുള്ള ടൈമാണ്. എല്ലാവരും നല്ലതുപോലെ ക്വസ്റ്റ്യൻസ് വായിച്ച് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ഏതാണോ എന്ന് ആദ്യം തന്നെ കണ്ടുപിടിക്കണം. അടുത്തത് വൈകല്പിക പ്രശ്നോമയം സെ കിസി ഏക് കാ ഹി ഉത്തർ ലിഖേ. വൈകല്പിക പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലേ, അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് മാത്രം നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. 2 എണ്ണം എഴുതി നിങ്ങൾ സമയം കളയരുത്, ഒരെണ്ണം മാത്രം എഴുതുക. ഇനി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യം സൂചന എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്, അകാൽ ഔർ ഉസ്കെ ബാദ്. അപ്പോൾ പാഠത്തിൻ്റെ പേരാണ് അകാൽ ഔർ ഉസ്കെ ബാദ്. कविता की पंक्तियाँ पढ़े और 1 से 3 तक के प्रश्नों के उत्तर लिखे. അപ്പോൾ നമുക്ക് അകാൽ ഔർ ഉസ്കെ ബാദിലെ കുറച്ച് ലൈൻസ്, കവിതയിൽ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. പങ്ക്തിയാം എന്ന് പറഞ്ഞാൽ വരികൾ തന്നിട്ടുണ്ട്. എന്നിട്ട് 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അപ്പോൾ കവിതയുടെ വരികൾ വായിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ പങ്ക്തിയോമേ കിസ് ഹാലത്ത് കാ ചിത്രൺ ഹേ. ഈ വരികളിൽ എന്ത് അവസ്ഥയെയാണ് ചിത്രീകരിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ, അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന കവിത ക്ഷാമകാലം, ദാരിദ്ര്യം അല്ലേ, അവിടുത്തെ വരൾച്ചയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് വായിച്ചാൽ തന്നെ ഉത്തരം കിട്ടും. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? സമ്പന്നതാക്കി. സമ്പന്നത എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പന്നമായിട്ടുള്ള എന്നാണല്ലേ അത്. 2 ഗരീബി. ഗരീബി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം. 3 മഹാമാരി കുറിച്ച്. പിന്നെ ലഡായി. ലഡായി എന്ന് പറഞ്ഞാൽ യുദ്ധം. അപ്പോൾ ഏതാണ് ഇതിന് ആപ്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ്, ഗരീബി. ദാരിദ്ര്യമാണ് അകാൽ ഔർ ഉസ്കെ ബാദിൻ്റെ ചിത്രീകരിക്കുന്ന വിഷയം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചൂൽഹെ കാ രോന ഔർ ചക്കി കാ ഉദാസ് ഹോന. ചൂൽഹ എന്ന് പറഞ്ഞാൽ അടുപ്പാണ്, രോന എന്ന് പറഞ്ഞാൽ കരയുക. അടുപ്പ് കരയുന്നു. ചക്കി കാ ഉദാസ് ഹോന. ചക്കി എന്ന് പറഞ്ഞാൽ ആട്ടുകല്ല്. ആട്ടുകല്ല് വിഷമിച്ചിരിക്കുന്നു. ഇത് ഈ കവിതയിലെ ഒരു വരിയാണ് അല്ലേ, എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അല്ലേ? അകാലിൻ്റെ സമയത്ത് അടുപ്പ് കരയുന്നു, ആട്ടുകല്ല് വിഷമിക്കുന്നു എന്നൊക്കെ ഓർമ്മയില്ലേ? അപ്പോൾ ഈ വരി തന്നിട്ട് ഇസ്കാ മത്ലബ് ക്യാ ഹേ, എന്താണ് ഇത് മീൻ ചെയ്യുന്നത്? അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് ആൻസർ എഴുതാം? അത് നമുക്കിവിടെ ക്വസ്റ്റ്യൻ കവിത ആയതുകൊണ്ട് തന്നെ ഈ വരികളിൽ നിന്ന് ഉത്തരം എഴുതാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതണം? അകാൽ കെ കാരൻ ഘർമേ ദാന നഹീം ഹേ. വീട്ടിൽ ധാന്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് വീട്ടിലുള്ള ചൂൽഹ ഔർ ചക്കി ഉദാസ് ഹേ, അതാണ് അവിടെ എഴുതേണ്ടത്. അത് മെയിനായിട്ട് അകാൽ കെ കാരൻ എന്ന് വരണം. ക്ഷാമകാലം കാരണമാണ് വീട്ടിലെ അടുപ്പും ആട്ടുകല്ലും ഒക്കെ വിഷമിക്കുന്നത് എന്നാണ് അവിടെ ഉത്തരമായിട്ട് കൊടുക്കേണ്ടത്. അതിന് 2 മാർക്ക് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗതി നഹി തോ ഖാന നഹി, ഗതി ഹി ജീവൻ കാ ആധാർ ഹേ. 2 പോയിന്റ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഞാനവിടെ അണ്ടർലൈൻ ചെയ്യാൻ കാരണമുണ്ട്, പറയാം. ഗതി കെ മഹത്വ കാ സന്ദേശ് ദേത്തെ ഹുയെ പോസ്റ്റർ തയ്യാർ കരേ. അപ്പോൾ പോസ്റ്റർ ആണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു സന്ദേശം കൊടുത്തുകൊണ്ടുള്ള പോസ്റ്ററാണ് എഴുതേണ്ടത്. അപ്പോൾ അതിൽ ഫുൾ മെസ്സേജസ് ആണ് വേണ്ടത്, അല്ലാണ്ട് നമ്മൾ നോട്ടീസ് അല്ല, സന്ദേശങ്ങൾ മാത്രമാണ് ആ പോസ്റ്ററിൽ വേണ്ടത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ തീമൊക്കെ വരയ്ക്കാം. കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള പോസ്റ്ററുകളാണ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ഇത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ 2 മാർക്കിനുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. അതായത് ഈ ഒരു പോസ്റ്ററിൽ നിങ്ങൾ 4 പോയിന്റ്സ് എഴുതിയാൽ 4 മാർക്ക് കിട്ടും. അപ്പോൾ ആദ്യം ഞാൻ മാർക്ക് ചെയ്തത് എന്താണ്? ഗതി നഹി തോ ഖാന നഹി. കൃഷിയില്ലെങ്കിൽ ഭക്ഷണമില്ല. അപ്പോൾ അതൊരു പോയിന്റാണ്. അപ്പോൾ ഒരു ബോക്സ് വരച്ചിട്ട് ഈ ഒരു പോയിന്റ് എഴുതുക. ഗതി ഹി ജീവൻ കാ ആധാർ ഹേ, കൃഷി ജീവന്റെ ആധാരമാണ്. അപ്പോൾ അത് 2ാമത്തെ പോയിന്റായി. അപ്പോൾ ഇതും 2ാമത് എഴുതുക. അപ്പോൾ 2 മാർക്ക്. ഇതിന് ഏറ്റവും മുകളിൽ പോസ്റ്ററിന് ഹെഡിങ് എഴുതാൻ ആരും മറക്കരുത്. പിന്നെ ബന്ധപ്പെട്ട ഒരു എക്സ്ട്രാ 2 പോയിന്റ്സ് കൂടി അതിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടയിൽ എന്തെങ്കിലും കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പിക്ചറും വരയ്ക്കാം അറിയുന്നവർ. പിന്നെ മനോഹരമായി ബോക്സ് വരച്ചിട്ട് വേണം, ഹൈലൈറ്റ് ചെയ്തിട്ടൊക്കെ വേണം പോസ്റ്റർ എഴുതാൻ. അപ്പോൾ അതൊക്കെ ഒരു ട്രിക്സാണ്. നമുക്ക് പോസ്റ്ററിന് എങ്ങനെയെങ്കിലും 4 മാർക്ക് ഫുൾ വാങ്ങിയിരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതുക. അഥവാ എന്ന് പറഞ്ഞാൽ ഓർ ക്വസ്റ്റ്യൻ ആണ്. കവി ഔർ കവിത കാ പരിചയ ദേത്തെ ഹുയെ കവിതാംശിക ആശയിലേക്ക്. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആട്ടോ മക്കളെ. അതായത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന കവിതയുടെ ആശയം ഉറപ്പായിട്ടും ചോദിക്കും. കാരണം നമ്മുടെ സെക്കൻഡ് ടൈമിൽ വരുന്ന ഇമ്പോർട്ടൻ്റ്
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവിതയാണ് അകാൽ ഔർ ഉസ്കെ ബാദ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കവിതയാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ടിപ്പണി ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ആ ഒരു ടിപ്പണി പഠിച്ച് തന്നെ പോവുക. ഓക്കെ, 4 മാർക്ക് മിസ് ചെയ്യരുത്. അപ്പോൾ ഇത് ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരെണ്ണം എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ ഇത് ചിലപ്പോൾ വേറെ ക്വസ്റ്റ്യൻ ആയിട്ടും വരാം അല്ലേ. നമുക്ക് ഇതേപോലെ തന്നെ പോസ്റ്ററിൻ്റെ കൂടെ തന്നെ വരുമെന്ന് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും പഠിച്ച് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. सबसे बड़ा शोमैन जीवनी का यह अंश पढ़े और 4 से 6 तक के प्रश्नों के उत्तर लिखे. നമ്മുടെ സബ്സെ ബഡ ഷോമേൻ എന്ന പാഠത്തിലെ ഒരു പാസേജാണ് തന്നിട്ടുള്ളത് അല്ലേ. പാഠം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ പാഠത്തിലെ ഒരു പാസേജ് തന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. സഹി വികൽപ്പ് ചുൻകർ ലിഖെ. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും വരും, സർവനാമാണ്. അപ്പോൾ ഈ പ്ലസ് ഇട്ടിട്ടുള്ള കാര്യം, വിഭക്തി പ്രത്യയം സർവനാമം പിരിച്ചെഴുതുന്ന ഈ ഒരു സംഭവം നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചോളൂ. ഇതിലേതാണ് ആൻസർ വരിക? യഹ് പ്ലസ് കോ യാണ് ഇസ്കോ. ഓക്കെ, അപ്പോൾ അതെല്ലാവരും പഠിക്കാം. ഇനി അടുത്തത് ജിദ് കർണക്ക മത്ലബ് ക്യാ ഹേ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ പാഠത്തിൻ്റെയും മീനിങ്സ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ ഇക്കായി കഴിയുമ്പോഴും മീനിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള കുറച്ച് ഇമ്പോർട്ടൻസ് മീനിങ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ അതിലൊരു ഇമ്പോർട്ടൻറ്റ് മീനിങ് ആണ് സിദ്ധ് കർണ എന്ന് പറഞ്ഞാൽ ഹട്ട് കർണ, ശാഠ്യം പിടിക്കുക എന്നാണ് അർത്ഥം. ओके, അടുത്തത് इस प्रसंग के आधार पर चार्ली की माँ और मैनेजर के बीच की बातचीत लिखे. ഈ ഒരു പാസേജ് യൂസ് ചെയ്തുകൊണ്ട് ചാർലിയുടെ അമ്മയും മാനേജർ, ഇവിടെ ഞാൻ മാം എന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, മാനേജർ എന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ബാത്ചീത്ത് എന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ. അപ്പോൾ ചാർലിയുടെ അമ്മയും മാനേജറും തമ്മിലുള്ള കോൺവെർസേഷനാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് 4 മാർക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ മിനിമം 8 സ്റ്റാൻസെങ്കിലും വേണം. അതായത് അമ്മ ഒരു 4 ഡയലോഗും മാനേജർ ഒരു 4 ഡയലോഗും, അങ്ങനെ ഒരു 8 ഉണ്ടെങ്കിലും മിനിമം എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 4 മാർക്ക് കിട്ടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ബാത്ചീത്ത് എന്ന് ഹെഡിങ് കൊടുത്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഈ കോൺവെർസേഷൻ എഴുതാൻ പാടുള്ളൂ. ഹെഡിങ്ങിനൊക്കെ മാർക്ക്, നമ്മൾ എന്ത് ഡിസ്ക്ലോസ് ചെയ്യുമ്പോഴും ഹെഡിങ് ഇട്ട് ചെയ്യുക, അത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടാകുള്ളൂ. അപ്പോൾ ഈ ഒരു പാസേജിൽ നമ്മൾക്ക് നോക്കിയാൽ കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടും. ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഡബിൾ ഇൻവെർട്ടർ കോമ ഇട്ടുകൊണ്ട് തരും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് കോൺവെർസേഷൻ എടുത്ത് എഴുതാം. ഇതിലങ്ങനെ തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. അടുത്തത് ഇസ് പ്രസംഗിക്ക് ആധാർ പർ ചാർലിക്ക് മാം കി ഡയറി. ഇതും ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ ഒരു പാസേജ് യൂസ് ചെയ്തുകൊണ്ട് ചാർലിയുടെ അമ്മയുടെ ഡയറി എഴുതാനാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് നോട്ടിൽ എഴുതിയിട്ടുണ്ടാവും, നന്നായിട്ട് പഠിക്കുക. ഡയറി എഴുതേണ്ട ട്രിക്സും കത്ത് എഴുതേണ്ട ട്രിക്സും പട്കഥ എഴുതുന്നതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഷോർട്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് പോയി കാണൂ കേട്ടോ, അതിൽ കുറേ ട്രിക്സ് പറയുന്നുണ്ട്. ഇനി അടുത്തത് ഠാക്കൂർ കാ കുവാം കഹാനി കാ യഹ് അംശ് പഠേ ഔർ 7 से 9 तक के प्रश्नों के उत्तर लिखे. 7 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾ ഠാക്കൂർ കാ കുവ എന്ന പാഠത്തിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യൻ സഹി വികൽപ്പ് ചുൻകർ വാക്യക്ക് പൂർത്തി കരേ. ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ്. ജോ കുക്കോ പീനെ കെ ലിയെ ഗംഗി പാനി ദേത്തി ഹേ. അവിടെ അതാണ് വരിക. അടുത്തത് ജോക്കു ക്യോ പരേശാൻ ഹേ. എന്തുകൊണ്ടാണ് ജോക്കു വിഷമിച്ചത്? അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് പാസേജിൽ നിന്ന് കണ്ടുപിടിക്കാം. ഇതിൽ ഫുള്ളായിട്ടില്ല. നമുക്ക് 2 മാർക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ജോക്കു ബീമാർദ, എന്നിട്ട് ഗല സുക്ക ജ രഹാ ഹേ ഔർ ഗംഗി ഉസേ സഡാ പാനി പിലായെ ദേത്തി ഹേ ഇസ്ലിയെ ജോക്കു ബീമാർ ഹേ എന്ന് എഴുതിക്കോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ കഹാനി കെ ഈസ് പ്രസംഗ കെ ആധാർ പർ പട്കഥ കാ ഏക് ദൃശ്യ ലിഖേ. സ്ക്രിപ്റ്റ് എഴുതാനാണ് കേട്ടോ. പട്കഥ നമ്മൾക്ക് ബീർബഹുട്ടി പാഠത്തിൽ നമ്മൾ പട്കഥ കുറേ തവണ നമ്മൾ എഴുതിയിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഠാക്കൂർ കാ കുവ എന്ന പാഠത്തിലെ ഈ ഒരു സന്ദർഭത്തിന് നിങ്ങൾ പട്കഥയാക്കി മാറ്റണം. പട്കഥയുടെ കുറച്ച് സ്ട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിൽ മെയിനായിട്ട് സീൻ എഴുതണം, പട്കഥ എന്ന് ഹെഡിങ് വേണം, സ്ഥാൻ എന്ന് പറയുമ്പോൾ ജോക്കു കാ ഗർ എന്ന് കൊടുക്കുക, സമയ് നമുക്കൊരു സമയം വേണമെങ്കിൽ രാത്ത് അല്ലെങ്കിൽ 4 ബജെന്നോ രാത്ത് 6 ബജെ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. പിന്നെ അതുപോലെ കഥാപാത്ര ജോക്കു ഗംഗി, പിന്നെ ഉമ്ര അവരുടെ വയസ്സ് കൊടുക്കണം. അപ്പോൾ ജോക്കു ഒരു 40 ഗംഗി 35 കൊടുക്കാം. പിന്നെ അവരുടെ വേഷഭൂഷ എഴുതിയിട്ട് ഗംഗി സാടി, ജോക്കു ധോത്തി അങ്ങനെ എഴുതാം. പിന്നെ അത് കഴിഞ്ഞാൽ വിവരൺ എന്ന് പറഞ്ഞിട്ട് ജോക്കു ബീമാർദ ഗംഗി ജോക്കുക്കോ സഡാ പാനി പിലായി ദേത്തി ഹേ. അതൊക്കെ ഈ പാസേജ് നോക്കിയത്. പിന്നെ ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതുക. ഏറ്റവും ലാസ്റ്റ് ഈ 4 കോൺവെർസേഷൻ എഴുതി കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ
സീൻ സമാപ്തി അല്ലെങ്കിൽ ദൃശ്യ സമാപ്തി എന്ന് കൂടി എഴുതി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആണ്. നമുക്ക് ഫുൾ മാർക്ക് കിട്ടും, 4 മാർക്ക് കിട്ടും. ഓക്കെ കുട്ടികളെ, അപ്പോൾ പട്കഥ എല്ലാവരും ഒന്നുകൂടി റിവൈൻഡ് ചെയ്യുക കേട്ടോ. അടുത്തത് ബസന്ത് മേര ഗാവ് ക എന്ന ലേഖിൻ്റെ കുറച്ച് ഭാഗം തന്നിട്ടുണ്ട്. 10 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അപ്പോൾ 10ാമത്തെ ചോദ്യം, ഫൂൾ ദേയ് കാ ത്യോഹാർ കബ് മനായ ജാത്ത ഹേ? ഫൂൾ ദേയ് ഉത്സവം എപ്പോഴാണ് ആഘോഷിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാം അറിയാം അല്ലേ? ഫൂൾ ദേയി ബസന്ത് ഋതുമേ മനായ ജാത്ത ഹേ. അപ്പോൾ ഇവിടെ ഫൂൾ ദേയി കാ ത്യോഹാർ കബ് എന്നതിന് പകരം ബസന്ത് ഋതുമേ മനായ ജാത്ത ഹേ. ഇനി അതല്ലെങ്കിൽ ഈ ഫസ്റ്റത്തെ സെന്റൻസ് എഴുതിയാലും മതി. ബസന്ത് ഫൂൾ ദേയി കാ ത്യോഹാർ ലേക്കർ ആത്താ ഹേ, അങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടേ. അടുത്തത് ഫൂലോം സെ ബരി ടോക്കരിയും കോ രാത് ഭർ കഹാം രക്കാ ജാത്ത ഹേ? പൂക്കൾ നിറഞ്ഞ ആ കൊട്ടകൾ രാത്രി എവിടെയാണ് വെക്കുന്നത്? എവിടെ വെക്കുന്നത് കുട്ടികൾ? ഒരു കുടത്തിൻ്റെ മുകളിൽ, വെള്ളം കുടത്തിൻ്റെ മുകളിലാണ് വെക്കുന്നത് അല്ലേ? എന്തിനാണ്? അത് വാടാതിരിക്കാനാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഉത്തരം ഇതാ, ഗാഗരോം കെ ഊപ്പർ രക്കാ ജാത്താ ഹേ എന്ന് എഴുതിയാൽ മതി കേട്ടോ. അടുത്തത് വാക്യ പിരമിഡാണ്. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. വാക്യ പിരമിഡൊക്കെ എപ്പോഴും വരുന്നതാണ്. അപ്പോൾ ഇവിടെ ബച്ചേ ചുൻതേ ഹേ, ബച്ചേ ഫൂൾ ചുൻതേ ഹേ, കുട്ടികൾ കളക്ട് ചെയ്യുന്നു. പിന്നെ രണ്ടാമത്തേൽ കുട്ടികൾ പൂക്കൾ കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു പൂക്കൾ എന്നാണ് ഇവിടെ ആഡ് ചെയ്ത് വന്നത്. അപ്പോൾ അടുത്തത് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഗുഷീസെ. ഗുഷീസെ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ, ദേർ ഷാം തക്ക് എന്ന് പറഞ്ഞാൽ വളരെ വൈകുന്നേരം വരെ. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ എഴുതാം? അപ്പോൾ ആദ്യം ബച്ചെ എന്ന് 2 എണ്ണത്തിലും വന്നതുകൊണ്ട് നമ്മൾ 3ലും 4ലും ബച്ചെ എന്ന് തന്നെ എഴുതുക അല്ലേ? സബ്ജക്റ്റ് ബച്ചയാണ്. അപ്പോൾ ബച്ചെ ഖുഷി സേ ഫൂൾ ചുൻതേ ഹേ. അടുത്തത് ബച്ചെ ഖുഷി സേ ദേർ ഷാം തക് ഫൂൾ ചുൻതേ ഹേ. ഇത് വളരെ ഈസിയാണ് അല്ലേ? അടുത്തത് ഉത്തരാഖണ്ഡ് കെ ഹിമാലയ അഞ്ചൽ മേ ഫൂൾ ദേയ് കാ ത്യോഹാർ ധൂം ധാം സേ മനായ ഗയാ. അപ്പോൾ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റാണ് ആദ്യം കൊടുത്തത്. എന്താണ്? ഉത്തരാഖണ്ഡ് കെ ഹിമാലയ അഞ്ചൽ മേ ഫൂൾ ദേയ് കാ ത്യോഹാർ ധൂം ധാം സേ മനായ ഗയാ. ഇതാണ് വിഷയം. ഓക്കെ, ഉത്തരാഖണ്ഡിൽ ആ ഹിമാലയ പ്രദേശത്ത് ഫൂൾ ദേയി എന്ന ഉത്സവം വളരെ ഭംഗിയായിട്ട് ആഘോഷിച്ചു. ഈ ഒരു സംഭവത്തിനെ സങ്കേതോം കി സഹായത സേ താഴെ തന്നിട്ടുള്ള പോയിന്റ് യൂസ് ചെയ്തുകൊണ്ട് एक റപ്പട്ട് തയ്യാർ കരേ. റപ്പട്ട് എന്ന് പറഞ്ഞാൽ ന്യൂസ് റിപ്പോർട്ടാണ്, നമ്മുടെ പത്രവാർത്ത. ഉത്തരാഖണ്ഡിൽ നടന്ന ഫൂൾ ദേയ് ത്യോഹാറിനെ കുറിച്ച് നിങ്ങൾ പത്രത്തിൽ ഒരു ന്യൂസ് കൊടുക്കുകയാണ്. അപ്പോൾ ന്യൂസ് എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഹെഡിങ് വേണം അല്ലേ? അതായത് തലക്കെട്ട്. നമുക്ക് ഒരു പത്രവാർത്തയ്ക്ക് ഒരു തലക്കെട്ട് വേണം. അപ്പോൾ ആ തലക്കെട്ടാണ് ഇവിടെ ഫസ്റ്റത്തെ സെൻറ്റൻസ്. ഉത്തരാഖണ്ഡിക്ക് ഹിമാലയ അഞ്ചൽ മേ ഫൂൾ ദേയ് കാ ത്യോഹാർ ധൂം ധാം സേ മനായ ഗയാ. അത് അങ്ങോട്ട് എഴുതുക ഹെഡിങ് ആയിട്ട്. അതിന് മുകളിൽ റപ്പട്ട് എന്നൊരു മെയിൻ വലിയ ഹെഡിങ് കൊടുത്തിട്ട് വേണം ഈ ഹെഡിങ് കൊടുക്കാൻ. അതിനുശേഷം അടിയിൽ സ്ഥലം എഴുതണം. നമ്മൾ പത്രവാർത്ത എഴുതുമ്പോൾ സ്ഥലം എഴുതണ്ടേ? സ്ഥലം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡാണ് അല്ലേ? അപ്പോൾ ഉത്തരാഖണ്ഡ് എന്ന് കുറച്ച് കറപ്പിച്ച് എഴുതിയിട്ട് 2 കുത്തിട്ടിട്ട് എന്ത് ചെയ്യാം? कल उत्तराखंड हिमालय अंचल में फूल देई का त्यौहार धूमधाम से मनाया गया. എന്നിട്ട് ഫൂൾ ദേയി ബസന്ത് കാ ത്യോഹാർ ഹേ ഉസ് സമയ ഫൂലോ. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എഴുതുക. ഈ 4 പോയിന്റ്സ് യൂസ് ചെയ്തിട്ട് അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പാസേജും യൂസ് ചെയ്യാം. ഇതെല്ലാം യൂസ് ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. അതല്ലെങ്കിൽ അഥവാ എന്ന് പറഞ്ഞിട്ട് ഒരു മാച്ച് ദ ഫോളോയിങ്സ് ഉണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ്സ് ആണ് തന്നിട്ടുള്ളത്. ബച്ചേ ദേർ ഷാം തക്, കുട്ടികൾ വൈകുന്നേരം വരെ എന്ത് ചെയ്യുന്നു? ഫൂൾ ചുൻതേ ഹേ. ബച്ചോം കി ടോലിയാം, കുട്ടികളുടെ കൂട്ടം. ഗാവ് ഭർ ഘൂമത്തി ഹേ, ഗ്രാമം മുഴുവനും ചുറ്റിക്കറങ്ങുന്നു. ഫൂൾ ദേയ് കാ ത്യോഹാർ, ഫൂൾ ദേയ് ഉത്സവം വസന്ത് മേ ആത്താ ഹേ, വസന്തകാലത്തിലാണ് വരുന്നത്. ചുനേ ഗയെ ഫൂലോം സേ ബച്ചേ ദേഹരിയം സജാത്തെ ഹേ, കുട്ടികൾ വീടിൻ്റെ മുറ്റമൊക്കെ അലങ്കരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റപ്പട്ടിന് പകരമാണ് ഈ ഒരു മാത്സ് ഫോളോയിങ്സ് തന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്തായാലും മാത്സ് ഫോളോയിങ്സ് ആയിരിക്കും ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളത് ചെയ്തോളൂ. അടുത്തത് സബ്സേ ബഡാ ഷോമാൻ, അത് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ആ പാഠത്തിൽ നിന്ന് ചോദിച്ചേക്കാണ്. 14 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങൾ ഇതിൽ നിന്നാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ദർശകോംനെ മാം സെ ഹാത്ത് മിലാക്കർ കിസ്കി പ്രശംസാക്കി. ദർശകം എന്ന് പറഞ്ഞ കാണികൾ അമ്മയെ ഹാത്ത് മിലാക്കർ, അമ്മയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് ആരെയാണ് പ്രശംസിച്ചത്? ഉത്തരം ചാർലിക്ക്, ചാർലിയെയാണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഉസ്നെ ജന്മ ലേ ലിയാ താ ഇസ്കാ ക്യാ മത്ലബ് ഹേ, അവൻ ജന്മം എടുത്തു കഴിഞ്ഞു, എന്താണ് ഇതിൻ്റെ അർത്ഥം? അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്കിവിടെ പാസേജിൽ അങ്ങനെ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം?
നമുക്കറിയാം അല്ലേ, നമ്മൾ എന്ത് എഴുതണം. ഇത് ടെക്സ്റ്റിലെ സെയിം ക്വസ്റ്റ്യൻ ആണ്. 5 साल के ചാർലി സ്റ്റേജ് പർ പഹലി ബാർ ആയാത. 5 വയസ്സുള്ള ചാർലി സ്റ്റേജിൽ ആദ്യമായിട്ടാണ് വന്നത്. ഉസ്നെ ദർശകോം കെ മൻ കോ ആനന്ദിത് കർ ദിയ. അവൻ കാണികളുടെ മനസ്സിനെ ആനന്ദം ഉണ്ടാക്കി. ഇസ്ലിയെ ഐസ കഹാ ഗയ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ എഴുതാം കേട്ടോ. അടുത്തത് ചാർലി സ്റ്റേജ് पर पहली बार आया और माम आखिरी बार. ഈ संबंध में चार्ली अपने मित्र के नाम पत्र लिखता है. वह പത്ര കൽപ്പന കർക്കയിലേക്ക്. ഇത് കത്ത് എഴുതാനാണ്. ചാർലിയുടെ ഫ്രണ്ടിന് എഴുതുന്ന കത്താണ്. അപ്പോൾ ഈ ഫ്രണ്ടിന് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കത്തിൻ്റെ ആദ്യത്തെ ഒരു സെൻറ്റൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതായത് ചാർലി മേം സ്റ്റേജ് പർ പഹലി ബാർ ആയ और മാം ആഖിരി ബാർ, ഇതൊക്കെ ആ കത്തിൽ ഉൾപ്പെടുത്താം. പിന്നെ കത്ത് എഴുതേണ്ട ട്രിക്സിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ ഷോർട്സിലുണ്ട്, അത് കാണുക. പിന്നെ നമുക്ക് ഈ ഒരു പാസേജ് യൂസ് ചെയ്തിട്ട് എഴുതാം കേട്ടോ. അടുത്തത് ഠാക്കൂർ കാ കുആ കഹാനി കാ എഹ് അംശ് പഠേ ഔർ 17 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. 17 വിദ്രോഹി ദിൽ മേ വിശേഷൻ ശബ്ദ് കോൺസാ ഹേ. ഇത് ഡിസ്ക്രൈബിംഗ് വേർഡ് ഏതാണെന്നാണ്. വിശേഷൻ എന്ന് പറഞ്ഞാൽ വിശേഷണം, അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ അത് വിദ്രോഹി ദിൽ, അതിലെ ഉത്തരം വിദ്രോഹി എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കഹാനിക്ക് ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ഇത് ഒരു 6 പോയിന്റ്സ് തന്നിട്ട് ഇതിൽ 4 എണ്ണം ശരിയായത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രിക്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 4 പോയിന്റിൽ 3 പോയിന്റ് ശരിയായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ആദ്യത്തെ 4 എണ്ണം എഴുതിയാൽ തന്നെ 3 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ കുട്ടികൾ വായിച്ച് നോക്കി എഴുതുക. പിന്നെ ഇടേന്ന് എടുത്ത് എഴുതരുത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ റിവാസി പാബന്ദിയോം കോ വിരുദ്ധ ഗംഗീമേ വിദ്രോഹ് കി ഭാവന ഹേ. അവിടെ നടക്കുന്ന അനീതികളെ കുറിച്ച് ഗംഗയുടെ മനസ്സിൽ അതിനൊരു പ്രതിഷേധമായിട്ടുള്ള ഒരു ചിന്ത തോന്നി, അത് ശരിയാണ്. പിന്നെ ഗംഗി ഊഞ്ചി നീച്ചിക്ക് ഭേദഭാവക്കോ പസന്ത് കർത്തി ഹേ. ഗംഗി ഉയർന്നവർ താഴ്ന്നവർ എന്ന ഭേദഭാവത്തിനെ ഇഷ്ടപ്പെടുന്നു, അത് റോങ് ആണ്. 3 ഗംഗി ഠാക്കൂർ കെ കുവം സെ പാനി ലേനെ ജാത്തി ഹേ. ഗംഗി ഠാക്കൂറിൻ്റെ കിണറ്റിലേക്ക് വെള്ളം എടുക്കാൻ പോയി, അത് ശരിയാണ്. 4 ഗാവ് കെ സബി ലോഗ് ഠാക്കൂർ കെ കുവം സെ പാനി നഹി ലേ സക്തേ ഹേ. ഗ്രാമത്തിലെ എല്ലാ ആളുകൾക്കും ഠാക്കൂറിൻ്റെ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ സാധിക്കുന്നില്ല. അടുത്ത് ജോക്കുക്കോ ഗന്ദാ പാനി പീനെ സെ ഗംഗി മനാ കർത്തി ഹേ. ജോക്കുവിന് പൊട്ട വെള്ളം കൊടുക്കാൻ ഗംഗി സമ്മതിക്കുന്നില്ല, ശരിയാണ്. പിന്നെ ഗംഗി ഠാക്കൂർ കെ യഹാം സെ പാനി ലേക്കർ ആത്തി ഹേ. ഗംഗി ഠാക്കൂറിൻ്റെ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തു വന്നു, അത് റോങ് ആണ്. അപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഈസിയാണ് അല്ലേ. അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാം വളരെ ഈസി ഉള്ളതായിരിക്കും. പിന്നെ ഏതൊക്കെ പാഠമാണ് എക്സാമിന് വരിക? നമ്മുടെ ചാർലിയുടെ പാഠം, പിന്നെ ഠാക്കൂർ കാ കുവ, വസന്ത് മേരെ ഗാവ്, ദിശാഹീൻ ദിശ, അകാൽ ഔർ ഉസ്കെ ബാദ്. ഈ 5 പാഠത്തിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഈ 5 പാഠം നന്നായിട്ട് പഠിക്കുക. നമ്മൾ ഈ ദിശാഹീൻ ദിശയിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ട, കാരണം അത് ലാസ്റ്റ് പാഠമായതുകൊണ്ട് അതിന്ന് അധികം ക്വസ്റ്റ്യൻസ് ഇപ്പോൾ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ബാക്കിയുള്ള പാഠത്തിനൊക്കെ നന്നായി പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. ബൈ ബൈ.